വേദനകളും എല്ലാം ഉണ്ടാകും. ഈ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് കൊടുങ്കാറ്റിൽ അകപ്പെട്ട കപ്പലിനെ കപ്പിത്താൻ നിയന്ത്രിച്ച് തന്റെ സാമർഥ്യം പ്രകടമാക്കുന്നത് പോലെ, ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായിട്ട് കപ്പലിനെ എത്തിക്കുന്നത് പോലെ സഹനങ്ങളുടെ വേദനയുടെ നിമിഷങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായി സാധിക്കണം. പ്രിയമുള്ളവരെ, സഹനങ്ങൾ പല വിധത്തിലാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ചില സഹനങ്ങൾ നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന സഹനങ്ങളാണ്, അല്ലെ? നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുക, എന്തോരം സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അറിവില്ലായ്മ മൂലം, നമ്മുടെ ബലഹീനതകൾ മൂലം, നമ്മുടെ വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾ മൂലം, നമ്മുടെ വാശി, നമ്മുടെ ദേഷ്യം തുടങ്ങിയ കാര്യങ്ങൾ മൂലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ കടന്നതാണ്. ഞാൻ ഓർക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സഹനമാണ്. ഞങ്ങളുടെ പരിശീലന കാലഘട്ടത്തിൽ നോവിഷ്യേറ്റിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സഹനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അത് പ്രധാനമാണ്. ഞങ്ങളുടെ നോവിഷ്യേറ്റിൽ ഞങ്ങൾ 15 പേരുള്ള ഒരു ബാച്ചായിരുന്നു. ഈ ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വെച്ച് തരുന്ന ചേട്ടൻ വീട്ടിൽ പോകും. അതുകൊണ്ട് സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള പരിശീലനം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞായറാഴ്ച ദിവസം ഞങ്ങൾ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. നമുക്കറിയാം, ഞായറാഴ്ച രാവിലെ എല്ലാ മഠങ്ങളിലും എല്ലാ ആശ്രമങ്ങളിലും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാമോ? ബ്രെഡ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? എല്ലാവർക്കും അറിയാം, ബ്രെഡാണ്. രാവിലത്തെ കാര്യം എളുപ്പമാണ്, ബ്രെഡാണ്. പിന്നെ മുട്ടക്കറി വെച്ചാൽ മതി. ഉച്ചയ്ക്ക് ചോറ്, ഇച്ചിരി ഇറച്ചി, ഇച്ചിരി തോരൻ, ഇച്ചിരി ആളുകളി എന്തെങ്കിലും വേണം. അപ്പോൾ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, അരിയൊക്കെ കഴുകി വൃത്തിയാക്കണം, അരി കഴുകിയിടാനും കഞ്ഞി വെക്കാനൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നു. പച്ചക്കറി അരിയേണ്ടത്, പച്ചക്കറി മിക്കവാറും ക്യാബേജ് ആയിരിക്കും. ക്യാബേജ് 2ആയിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് നുറുക്കി അത് പിടിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചു. പിന്നെ ഇറച്ചി വയ്ക്കാൻ പഠിപ്പിച്ചു. ബീഫ് കറിയാണ്. അച്ഛൻ പിന്നെ ചന്തയിൽ പോയിട്ട് ഇറച്ചി മേടിച്ചിട്ട് വരും. അത് നുറുക്കി ഞങ്ങൾ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം, കറിയാക്കി എടുക്കണമെന്നൊക്കെ ചേട്ടൻ കാണിച്ചു തന്നു. പിന്നെ ചാലകരി മോരുകറി വയ്ക്കാനാണ് പറഞ്ഞത്. അത് എളുപ്പമാണ്. അത് മോര് കലക്കിയിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ചേട്ടൻ ഇത് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് എളുപ്പമാണ്. ഞങ്ങൾ 3 ബാച്ചാണ്, അതായത് 5 പേരുള്ള 3 ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ഞാനായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു, എൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോരുത്തർക്കും ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തു. വിറകെടുക്കാനായിട്ട് കുറച്ചേരെ പറഞ്ഞു കൊടുത്തു, പാത്രം കഴുകാനായിട്ട് പറഞ്ഞു കൊടുത്തു, പച്ചക്കറി അരിയാനായിട്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലിയൊക്കെ കൊടുത്ത് അസൈൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇറച്ചി വയ്ക്കാനായിട്ടാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു, ഇറച്ചിയൊക്കെ നുറുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് നുറുക്കി അതൊക്കെ കഴുകി വാരി വെച്ചു. പച്ചമുളക്, ഇഞ്ചി, സവോള, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചു. മസാലക്കൂട്ടൊക്കെ റെഡിയാക്കി, അല്ലെ? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇറച്ചി മസാല എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇതെല്ലാം ചേട്ടൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് കുക്കറിനകത്ത് വെച്ചു. എന്നിട്ട് ഗ്യാസ് കത്തിക്കണം, എന്നിട്ട് കുക്കർ അടച്ച് വെക്കണം. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഈ കുക്കറുടെ സൗണ്ട് പുറപ്പെടുവിക്കും. എന്ത് സൗണ്ടാ മക്കളെ? നിങ്ങൾ ഇറച്ചിട്ടുണ്ടോ? എന്ത് സ്വരം? കുക്കർ പുറപ്പെടുവിക്കുന്ന സ്വരം. ഒരു വിസിൽ അടിക്കില്ലേ എന്ന് പറയുന്നൊരു സ്വരം അടിക്കും. അപ്പൊ ചേട്ടൻ പറഞ്ഞ 5-6 വിസിലങ്ങൾ അടിച്ചു കഴിയുമ്പോഴേക്കും ഇത് വെന്തു, അതുകൊണ്ട് നിങ്ങൾക്ക് കറി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി കുക്കറിനകത്ത് വെച്ചു, തീ കൊടുത്ത് ഞങ്ങളിങ്ങനെ സ്വയം തോളത്തൊക്കെ കൈവച്ച് പരസ്പരം അഭിനന്ദിച്ചു. കൊള്ളാം, എടുക്കാൻ ആദ്യമായിട്ട് ഇറച്ചിക്കറി വെക്കുകയാണ്. വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞ് +1 +2 കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്താ പറയാ ഈ നോഷീറ്റിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ നോഷീറ്റില് ഇറച്ചിക്കറി വെക്കാനായിട്ടൊക്കെ പഠിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നതിന്റെ ഇച്ചിരി അഹങ്കാരവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഇറച്ചിക്കറി വെക്കുമ്പോൾ അമ്മച്ചി ഇറച്ചി വെന്തോ നോക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? ചട്ടിയുടെ തട്ടം മാറ്റിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഇറച്ചി എടുത്തിട്ട് നമുക്ക് തരും. അത് വെന്തോ നോക്കാൻ പറയും, അല്ലെ? നമ്മൾ തവച്ച് നോക്കിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ഇത് കുക്കറിനകത്തിരിക്കുന്ന സാധനം എങ്ങനെയാണ് വെന്തോ നോക്കുക നമുക്ക് അറിയത്തില്ല. ആദ്യമായിട്ട് അന്നത്തെ കാലത്ത് കുക്കറൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. വീട്ടിൽ നിന്ന് കുക്കറൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കുക്കറൊക്കെ എല്ലാ വീടുകളിലും ഉള്ളത്. അന്ന് ഈ കുക്കർ കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക് ഇതെന്താണ് അത്ഭുതമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്.
അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ബന്ധം നടത്തുക? അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുഖത്തോട് നോക്കി. അപ്പോൾ കൂടുതൽ ലീഡറായി ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ മാറി ഞാൻ ശരിയാക്കി തരാം, ഞാൻ ഈ ബന്ധമില്ലെന്ന് ഞാൻ നോക്കി തരാൻ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ പറഞ്ഞ് മാറ്റിയിട്ട് പുറത്തേക്ക് നിർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ കുക്കർ എടുത്ത് താഴേക്ക് വെച്ചിട്ട് മിക്കവാറും തുറന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ മേത്തേക്ക് ചാറും ഇറച്ചിയും എല്ലാം കൂടെ നേരത്തെ തിളച്ച് മാറുന്ന സാധനം അവിടെ പോയി എന്നെയും കൊണ്ട് അവർ ആശുപത്രിയിലേക്ക് പോയി. പ്രിയമുള്ളവരെ, എന്റെ ജീവിതത്തിൽ എന്റെ ദേഹം മുഴുവൻ തുള്ളി വശകേടായി. എന്റെ അഹങ്കാരം, എന്റെ എന്താ പറയാ, എനിക്കെല്ലാം അറിയാമെന്നുള്ള ചിന്ത, അല്ലെ, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാളെ നിൽക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇറച്ചി വേഗം നോക്കാനായിട്ട് പോയതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അറിവില്ലായ്മ മൂലം, നമ്മുടെ അഹങ്കാരം മൂലം നമുക്ക് ഇങ്ങനെയൊക്കെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾക്കൊക്കെ അറിയാം, ഒത്തിരിയേറെ സഹനങ്ങൾ ഇങ്ങനെ നമ്മുടെ അറിവില്ലായ്മ മൂലം നമ്മൾ വരുത്തി വെക്കാറുണ്ട്. അതിന് ഉത്തരവാദി ആരാ? എന്റെ റെക്ടറസിനോടോ എന്റെ നോസ് മാസ്റ്ററോടോ അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ള എന്റെ വാച്ചുകാരോടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്റെ അറിവില്ലായ്മ മൂലവും എന്റെ അഹങ്കാരം മൂലവും എനിക്ക് വന്നു ഉപയോഗിച്ചതാണ്. അത് ഞാൻ തന്നെ സഹിക്കണം. അത് അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന സഹനങ്ങള്, അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. രണ്ടാമതായിട്ട് സഹനം വരുന്നത് മറ്റുള്ളവരിലൂടെയാണ്, അല്ലെ? മറ്റുള്ളവരിലൂടെ, മറ്റു വ്യക്തികളിലൂടെ, ചിലപ്പോൾ വീട്ടുകാരിലൂടെ, ശത്രുക്കളിലൂടെ, രോഗാണുക്കളിലൂടെ, മൃഗങ്ങളിലൂടെയൊക്കെ, പ്രകൃതിയിലൂടെയൊക്കെ നമുക്ക് സഹനങ്ങൾ കടന്നു വരാറുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ വയനാട്ടിലും ഹൈറേഞ്ചിലും ഒക്കെ കാട്ടാനകളും പുലിയും കടുവയും ഒക്കെ ഇറങ്ങി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല. എന്താ, പ്രകൃതിയിലെ ജീവജാലങ്ങൾ മൂലം സഹനങ്ങൾ, വേദനകൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ്. മറ്റുള്ളവർ മൂലം, പ്രകൃതിയിലെ ജീവജാലങ്ങൾ മൂലം സഹനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. രോഗാണുക്കൾ മൂലം വിഷമങ്ങൾ അനുഭവിക്കുന്നു. നമുക്കറിയാം, കൊറോണയ്ക്ക് വന്നപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടല്ല, ഈ കൊറോണ നമ്മളെ തേടി വന്നതാണ്, അല്ലെ? നമ്മളെ കാർന്നു തിന്നാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ സ്വസ്ഥത നശിപ്പിക്കുവാനായിട്ട് രോഗാണുക്കൾ കടന്നു വരാറുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരെ നമുക്ക് ശല്യമായിട്ട് മാറും. ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം, അദ്ദേഹത്തിന്റെ ദുശ്ശീലമായിരിക്കാം, മദ്യപാനമായിരിക്കാം, ഉത്തരവാദിത്വമില്ലായ്മയായിരിക്കാം, ഒരു സഹനമായിട്ട്, ഒരു കുരിശായിട്ട്, ഒരു ബാധ്യതയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയാകും. അതുപോലെ ചിലപ്പോൾ ശത്രുക്കൾ, അയൽവാസികൾ തമ്മിൽ തർക്കങ്ങൾ, വസ്തുവിന്റെ പേരില്, അതിരിന്റെ പേരില്, വഴിയുടെ പേരിലൊക്കെ തർക്കങ്ങൾ ഒക്കെ നടത്തുന്നുണ്ട്. സഹനങ്ങൾ, വേദനകൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിലൂടെ നമുക്ക് കടന്നു വരാറുണ്ട്. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഞാനിങ്ങനെ ഞങ്ങളുടെ ധ്യാനം നടത്തുമ്പോൾ, ഞങ്ങളുടെ ധ്യാനത്തിന് പ്രത്യേകത, ഞങ്ങള് ഒരു 5 ദിവസത്തെ ധ്യാനമാണ് സാധാരണ നടത്തുന്നത്. ഇത് നമ്മുടെ ഇടവകയുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ജൂബിലിയുടെ സമാപനത്തിന്റെ ഒരുക്കവും നമ്മുടെ ഇടവക തിരുനാൾ ഒരുക്കമായിട്ടുള്ള ധ്യാനമായിരുന്നു. സാധാരണ അച്ഛന്മാരുടെ മിഷൻ ധ്യാനം നടത്തുമ്പോൾ 5 ദിവസത്തെ ധ്യാനമാണ്. അതിനൊരുക്കമായിട്ട് 3 ദിവസത്തെ വീട് സന്ദർശനമുണ്ട്. വീടുകളെല്ലാം കയറിറങ്ങി എല്ലാവരെയും ധ്യാനത്തിനായിട്ട് ക്ഷണിക്കും. അങ്ങനെ ഞാൻ ആലപ്പുഴ അടുത്തൊരു പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അമ്മച്ചി എന്നെ നോക്കി പറഞ്ഞു, എന്റെ അച്ഛനെങ്കിലും എന്റെ വീട്ടിലേക്ക് വന്നല്ലോ, ഞങ്ങളെല്ലാവരും തടഞ്ഞിരിക്കുകയാണ്, ഞങ്ങളെല്ലാവരും ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ എന്താ അമ്മച്ചി കാര്യം? എന്റെ അച്ഛൻ ഈ മരം കണ്ടോ? ഞാൻ നോക്കിയപ്പോൾ വലിയ ബ്രഹ്മാണ്ഡ മരം. എന്താ വെച്ചാൽ ഈ മരത്തിന് പ്രശ്നം? എന്റെ അച്ഛോ, ഈ മരത്തെ നോക്കിയാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ രാത്രി ആകുമ്പോഴേക്കും ഈ മരത്തിലേക്ക് ഈ ലോകത്തില്ലാത്ത കിളികളെല്ലാം കൂടെ വന്ന് ചേക്കേറും. അത് നല്ല കാര്യമല്ലേ? അമ്മച്ചേക്ക് പാട്ടൊക്കെ കേട്ട് കിടന്ന് പറഞ്ഞാലോ, രാവിലെ എഴുന്നേക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്റെ അച്ഛോ, പാട്ടൊക്കെ കേൾക്കാൻ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ രാത്രിയിൽ കാഷ്ടിച്ചിടും. കാഷ്ടിച്ചിട്ട് കഴിഞ്ഞാല് അവിടെ മുഴുവൻ വൃത്തികേടാണ്. ഒരാൾക്ക് പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ഭയങ്കര മണമാണ്, ഭയങ്കര അസ്വസ്ഥതയാണ്. അച്ഛനൊന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കണമെന്ന് അമ്മച്ചി നിർബന്ധം പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിച്ചു, എന്റെ സർവ്വ അധികാരവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ആ അമ്മച്ചിക്ക് വലിയ സമാധാനമായി, സന്തോഷമായി. പ്രിയമുള്ളവരെ, അച്ഛൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പ്രകൃതിയിലെ ജീവജാലമാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോഴേക്കും അച്ഛൻ എന്റെ വീട്ടിൽ ഭയങ്കര ചെതലാണ്, ഭയങ്കര ഉറുമ്പിന്റെ ശല്യമാണ്, എലിയുടെ ശല്യമാണ്, പാമ്പിന്റെ ശല്യമാണ്. അപ്പോൾ അച്ഛൻ ചെയ്തു, ബന്ധിച്ചു പ്രാർത്ഥിച്ചു, അല്ലെ? അച്ഛന്മാരുടെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാമ്പുകളുടെയും ചെവികളുടെയും ഇങ്ങനെ ചവിട്ടി നടക്കാൻ അധികാരം നൽകിയ കർത്താവിന്റെ നാമത്തിൽ അവയൊക്കെ ശാസിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രകൃതിയിലെ ജീവജാലങ്ങൾ മൂലം അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട്. ഇതിന്റെ കാരണം മറ്റുള്ളവരിലൂടെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന സഹനമാണ്. മൂന്നാമത് സഹനം വരുന്നത് ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ട്, അല്ലെ? ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങൾ, ദൈവം ചില സഹനങ്ങൾ ചിലർക്കൊക്കെ നൽകാറുണ്ട്. നമ്മുടെ
പൗലോസ് ശ്ലീഹായെ കുറിച്ച് നമുക്കറിയാം അല്ലെ. പൗലോസ് ശ്ലീഹ നമ്മുടെ ഇടവക മധ്യസ്ഥനാണ്. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ നിന്നും ആയിരിക്കുമ്പോൾ പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നത് ദൈവത്തിന്റെ അറിവോടുകൂടിയാണ്. ദൈവം അവർക്ക് നൽകിയ സഹനങ്ങളാണ്. ഈശോയുടെ ജനന സമയത്ത് ആ പിഞ്ചു പൈതങ്ങൾ അല്ലെ, 5 വയസ്സ് താഴെ 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നൊടുക്കി ഹെരോദോസ്. ഒരു തെറ്റും ചെയ്യാതെ ആ കുഞ്ഞുങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷികളായിട്ട് മാറി. അതുപോലെ ആദിമസഭ വളർന്നു വന്നത് രക്തസാക്ഷികളുടെ ചുടുനിലമ്മയുടെ മണ്ണിലാണ്. ആ സഹനങ്ങള് വേദനകള് അവരെ ഏറ്റെടുത്തു. ദൈവം അവർക്ക് നൽകിയതായി അവരെ ഏറ്റെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അൽഫോൻസാമ്മയുടെ ജീവിതത്തിലേക്കും നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി സഹനങ്ങളൊക്കെ ഉണ്ട്. അത് ദൈവം തരുന്ന സഹനങ്ങളാണ്, ദൈവം അനുവദിച്ച സഹനങ്ങളാണ്. പാദ്രിപ്പിയുടെ നമുക്കറിയാം, 5 അക്ഷരങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അതൊക്കെ ദൈവം കൊടുത്ത സഹനങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ചില സഹനങ്ങള്, ചില വേദനകള് ദൈവം നമുക്ക് തരാറുണ്ട്. അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വളരെ വേഗത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സഹനമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചിലപ്പോൾ തളർന്നു പോകും. ജീവിതം നമ്മുടേത് ദുസ്സഹമായിട്ട് മാറും. നമ്മൾ ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കും, ദൈവം എന്തിനാണ് ഈ സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്ക് തരുന്നത്? ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ പോരെ എന്നൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കും. പ്രിയമുള്ളവരെ, എന്താണ് ഒരു ക്രിസ്ത്യാനി ഈ സഹനങ്ങളെ എപ്രകാരം നേരിടണം? ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ പത്രോസ് ശ്ലീഹ നമ്മളോട് പറയുകയാണ്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിലവൻ അഭിമാനിക്കട്ടെ. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ബൈബിളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയ പിതാക്കന്മാരെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെയൊക്കെ ജീവിത മാതൃക നമ്മുടെ സഹന നിമിഷങ്ങളിൽ നമുക്ക് ബലം തരണം, ശക്തി തരണം. ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് ബൈബിളിലെ പിതാക്കന്മാരുടെ സഹനങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. നമ്മുടെ ബൈബിളിലേക്ക് നോക്കുമ്പോൾ സഹനദാസനായ ജോബിന്റെ കഥ നമ്മൾ കാണുന്നുണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു നീതിമാനായ വ്യക്തി എന്തുകൊണ്ടാണ് സഹിക്കേണ്ടി വരുന്നത് എന്ന് ജോബ് നമ്മളെ പഠിപ്പിക്കാം. ജോബ് സമ്പന്നനായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവഭക്തനായ ജോബിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നപ്പോൾ അത് ദൈവം തന്നതാണ്, അതെല്ലാം ദൈവം അനുവദിച്ചതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ജോബ് ആ സഹനങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ്. ജോബിന്റെ കൂട്ടുകാരും ജോബിന്റെ ഭാര്യയും ഒക്കെ സഹനങ്ങളും വേദനകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നപ്പോൾ ദൈവത്തെ ശപിച്ചിട്ട് പോയി ചാകാനായിട്ട് പറയുന്നുണ്ട്. ജോബിന്റെ സമ്പത്തൊക്കെ നശിക്കുന്നുണ്ട്, കപ്പലുകളൊക്കെ തകരുന്നുണ്ട്, ഒട്ടകങ്ങളൊക്കെ തകരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വളർത്തുമൃഗങ്ങളെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്, സ്വന്തം മക്കൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന, മൃതിയടഞ്ഞു പോകുന്ന സാഹചര്യത്തില് ദൈവത്തിന്റെ ഹിതത്തിന് ആമേൻ പറയുകയാണ് ജോബ്. ജോബിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇരുന്നു? നിങ്ങളുടെ ജീവിതം തട്ടപ്പുകയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ ശപിച്ചിട്ട് പോയി ചാകാനാണ് സ്വന്തം ഭാര്യ ജോബിനോട് പറഞ്ഞത്. അപ്പൊ ജോബ് എന്താ പറയുന്നത്? ജോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജോബിന്റെ ജീവിതത്തിൽ സമയപ്പോഴ് ജോബ് ദൈവത്തോട് വിശ്വസ്തത പുലർത്താനുള്ള അവസരമാക്കി തന്റെ സഹന നിമിഷങ്ങളെ മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും ജോബിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ബൈബിളിൽ മറ്റൊരു കഥാപാത്രമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് ജോസഫിന്റെ കഥ, സഹനം അല്ലെ. സഹോദരങ്ങൾ അവനെ ഒട്ടക്കിണറ്റിലിട്ടുന്നു, കൊല്ലാനായിട്ട് നോക്കുന്നു, അവനെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു. അപ്പോഴൊക്കെ ജോസഫ് എന്താ ചെയ്തത്? ജോസഫ് അവരോട് ക്ഷമിക്കുകയാണ് ചെയ്യുക. ഈ സഹനങ്ങളും വേദനകളും എല്ലാം എന്തായിട്ട് ജോസഫ് എടുത്തു? അതെല്ലാം സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നന്മ ചെയ്യാനുള്ള സഹനം ഉയർച്ചയിലേക്കുള്ള ഗോവണിയായിട്ട് എടുക്കാനായിട്ട് ജോസഫിന് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ജോസഫിനെ പോലെയോ ജോബിനെ പോലെയോ സഹനങ്ങൾ വരുമ്പോൾ അത് ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്നും വരുന്ന നന്മയായിട്ട് അതിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ബൈബിളിൽ നമ്മൾ വേറൊരു വ്യക്തിയെ കാണുന്നത്
യോഹന്നാന്റെ സുവിശേഷത്തിലെ 9-ാമത്തെ അധ്യായം നമ്മൾ കാണുന്ന ഒരു അന്ധയാചകൻ. ആ അന്ധയാചകൻ അന്ധനായിരിക്കുന്നത് കണ്ട് ആളുകള് ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഇവനിങ്ങനെ അന്ധനായിട്ട് ജനിച്ചത് ഇവന്റെ പാപം മൂലമാണോ, ഇവന്റെ അപ്പന്റെ പാപമാണോ, ഇവന്റെ അമ്മയുടെ പാപമാണോ, ആരുടെ പാപമാണോ എന്ന് ഈശോയോട് ചോദിക്കുന്നു. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഇവന്റെ പാപം മൂലമോ, ഇവന്റെ അപ്പന്റെ പാപം മൂലമോ, ഇവന്റെ അമ്മയുടെ പാപം മൂലമോ ഒന്നുമല്ല ഇവനിങ്ങനെ അന്ധനായിട്ട് ജനിച്ചത്. പിന്നെന്താ കാര്യം? ദൈവത്തിന്റെ ആ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാനായിട്ടാണ്, ദൈവമഹത്വം അവനിൽ പ്രകടമാകാനായിട്ടാണ് ഇവനിങ്ങനെ അന്ധനായിട്ട് ജനിച്ചത്. പ്രിയമുള്ളവരെ, ഞാനിത് പറയുമ്പോൾ ഞാൻ ഈ കോട്ടയത്ത് വളവാദ സെമിനാറിലാണ് പഠിച്ചതൊക്കെ. ഇവിടെ അടുത്തുള്ള ഇടവകളിലൊക്കെ അച്ഛൻ ഈ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇടവകയിൽ ചെന്നപ്പോൾ അവിടെ സൺഡേ സ്കൂളിൽ ടീച്ചേഴ്സായ മതാധ്യാപകരുണ്ടായിരുന്നു, 2 പേര്, ഭാര്യ ഭർത്താവ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാതെ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവം ഞങ്ങൾ എല്ലാ ദിവസവും പള്ളി വരുന്നുണ്ട്, സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, കുടുംബ കൂട്ടായ്മകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, സൺഡേ സ്കൂളിൽ അധ്യാപകരാണ്, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു കുഞ്ഞിനെ ദൈവം അവർക്ക് നൽകി. ആ കുഞ്ഞിനെ നൽകാനായിട്ട് തീരുമാനിച്ചപ്പോൾ അവിടെ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു, ഈ കുഞ്ഞിന് വൈകല്യങ്ങളുണ്ട്, ഈ കുഞ്ഞിനെ നിങ്ങൾ ജന്മം കൊടുക്കേണ്ട, ഇതിനെ അബോർഷൻ നടത്തിയേക്കാനായിട്ട്, ഭ്രൂണത്തിൽ ഇടേക്കാനായിട്ട് ആ ഡോക്ടർമാരെ അവരെ ഉപദേശിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഞങ്ങൾ ആട്ടുനോട്ട് പ്രാർത്ഥിച്ച് നേർന്നുണ്ടായ ഒരു കുഞ്ഞാണ്, അത് എന്ത് കുറവുണ്ടെങ്കിലും ഞങ്ങൾ അതിനെ ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞു. അവർ വിചാരിച്ചിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനൊന്ന് ഡീക്കനായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചില വിഷമിക്കേണ്ട, ദൈവം എല്ലാം നടത്തി തരും, ഒരു കുറവും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ആ കുഞ്ഞ് വൈകല്യങ്ങളോട് കൂടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നു പിറന്നത്. അപ്പോൾ ആ ടീച്ചർ വളരെ സങ്കടത്തോടെ അച്ഛൻ്റെ അടുത്ത് വന്നു, അച്ഛാ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, പ്രശ്നങ്ങളൊന്നും വരത്തില്ല, പക്ഷേ ഈ കുഞ്ഞിന് വൈകല്യമാണല്ലോ, പ്രശ്നങ്ങളാണല്ലോ. ടീച്ചർ കരയുകയാണ്. അപ്പോൾ വികാരിച്ചത് മറുപടി ആ ടീച്ചറോട് പറയുന്നു, എന്റെ പൊന്നു ടീച്ചറെ, ദൈവം ഈ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് അയക്കാനായിട്ട് വൈകല്യങ്ങളോട് കൂടി ഈ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ ആഗ്രഹിച്ചപ്പോൾ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്ന നിങ്ങളെയാണ് ഈശോ കണ്ടത്. വേറെ പലർക്കും ഈ കുഞ്ഞിനെ കൊടുത്തിരുന്നെങ്കിൽ അവർ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കൊല്ലുമായിരുന്നു, ഭ്രൂണത്തിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കുമായിരുന്നു. പക്ഷേ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ നൽകുകയാണെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തുമെന്ന് ഈശോയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞ് സ്വർഗത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും ഈ ഇടവകയിലേക്കും ഒക്കെ കൊണ്ടുവരുന്ന മാലാഖ കുഞ്ഞാണ് ഈ കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വികാരിച്ചൻ ടീച്ചറിനെ ആശ്വസിപ്പിക്കുകയാണ്. ആ ടീച്ചർ അത് പൊന്നുപോലെ എടുത്തു, ആ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തി. ആ കുഞ്ഞ് ആ ഇടവകയുടെയും ആ കുടുംബത്തിന്റെയും ഒക്കെ അനുഗ്രഹമാണ്. ആ ടീച്ചറിന് വീണ്ടും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. പ്രിയമുള്ളവരെ, ഞാനിത് പറയുന്നത്, നമ്മൾ വിചാരിക്കും വൈകല്യങ്ങളുള്ളവര്, ബലഹീനതകളുള്ളവര് ഒക്കെ സമൂഹത്തിന് ശാപമാണ്, കുടുംബത്തിന് ഭാരമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയൊന്നുമല്ല. അവരൊക്കെ സ്വർഗത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന മാലാഖമാരാണ്. ഈ വൈകല്യങ്ങളും കുറവുകളും ബലഹീനതകളും ഒക്കെ ഉള്ളവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ സഹനങ്ങൾ പല വിധത്തിൽ ബൈബിളിൽ നമ്മൾ കാണുമ്പോൾ അതെല്ലാം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമാക്കി മാറ്റണം. ഈശോയുടെ സഹനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈശോ സഹിച്ച് കുരിശിൽ മരിച്ചാണ് നമുക്ക് രക്ഷ നേടിക്കുന്നത്, നിത്യജീവൻ നേടിക്കുന്നത്. അപ്പൊ ഈശോയുടെ ആ സഹനങ്ങളും വേദനകളും എല്ലാം നമുക്ക് അനുഗ്രഹമായി മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹനങ്ങൾ വന്നപ്പോൾ ഈശോ ആ സഹനങ്ങളെ രണ്ടായിട്ടെടുത്തു. ഒന്ന് മനുഷ്യർക്ക് രക്ഷ നൽകാനായിട്ട്, നിത്യജീവൻ നൽകാനുള്ള ഒരു അവസരമായിട്ട് ഈശോ അതിനെ എടുക്കുകയാണ്. അതോടൊപ്പം സഹനത്തിലൂടെയാണ് ഈശോ മഹത്വത്തിലേക്ക് പ്രവേശിച്ചത്. പ്രിയമുള്ളവരെ, ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്രകാരമാണ് ഈ സഹനത്തെ നേരിടേണ്ടത്. ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ എപ്രകാരമാണ് നമ്മൾ സഹനത്തെ നേരിടേണ്ടത്. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് തിരിയണം. ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ വരുമ്പോൾ പലരും വിശ്വാസം ഉപേക്ഷിച്ചു പോവുകയാണ്, പ്രാർത്ഥന ഉപേക്ഷിച്ചു പോവുകയാണ്, അല്ലെ? പ്രാർത്ഥിക്കാതെ ദൈവത്തിൽ നകന്നു പോകുന്നവരാണ്. സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്നവരുടെ എണ്ണം എന്ന് കൂടി വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ സഹനങ്ങൾ വരുമ്പോൾ വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ബൈബിളിൽ 2 രാജാക്കന്മാരെ നമ്മൾ കാണുന്നത്.
ഒരു രാജാവ് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ്, എങ്കിലും മറ്റൊരു രാജാവിനെ കൂടി പരിചയപ്പെടുത്തുകയാണ്. രണ്ട് രാജാക്കന്മാർ, ഒരാളുടെ പേര് ഹെസക്കിയ എന്നാണ്, നമ്മൾ ഇന്നലെ കണ്ടതാണ് ഹെസക്കിയ രാജാവ്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിന്റെ 11-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈ ഹെസക്കിയ രാജാവ് രോഗബാധിതനായി മരണത്തോട് അടുക്കുന്നു. അവിടെ യെശയ്യാ പ്രവാചകൻ വന്നിട്ട് രാജാവിനോട് കഴിക്കാൻ പോവുകയാണ്, വീട്ടുകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുക എന്ന് പറയുന്നു. രാജാവ് ചുവരിലേക്ക് മുഖം തിരിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഹെസക്കിയ രാജാവ് ജീവിതത്തിൽ സഹനം രോഗം വന്നപ്പോൾ എന്താ ചെയ്തത്? ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്, ദൈവത്തിലേക്ക് നോക്കുകയാണ് ചെയ്തത്. വേറൊരു രാജാവുണ്ട്, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിന്റെ 2-ാം പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന അഹാസ്യ എന്ന് പറയുന്ന ഒരു രാജാവ്. ആ രാജാവ് മട്ടിപ്പാവിൽ നിന്ന് വീണ് കിടപ്പിലായി. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നറിയാൻ എക്രോണിലെ ദേവനായ ബാൽസെബൂസിന്റെ അടുത്തേക്ക് ആളയക്കുകയാണ്. ഒരു രാജാവ്, ഇസ്രായേലിന്റെ രാജാവ്, യഹോവയുടെ ദാസനായ രാജാവ് വീണ് കിടപ്പിലായപ്പോൾ അന്യദേവന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ എക്രോണിലെ ദേവനായ ബാൽസെബൂസിന്റെ അടുത്തേക്ക് പോയ അഹാസ്യ രാജാവിനെ പോലെയാണോ, അതോ ഹെസക്കിയ രാജാവിനെ പോലെ വിശ്വാസത്തോടെ ദൈവത്തിലേക്ക്, സത്യദൈവത്തിലേക്ക് തിരിഞ്ഞ ഹെസക്കിയ രാജാവിനെ പോലെയാണോ നമ്മൾ ജീവിക്കുന്നത്?